രമേശ്, ഇന്ന് പശ്ചിമ ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്. സുവേന്ദു അധികാരി അവിടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തിരിക്കുന്നു. BJP രാഷ്ട്രീയത്തിന് തന്നെ പ്രധാനപ്പെട്ട വലിയ സംഭവമാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരിക്കുന്നു. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, ഇന്ന് വേണ്ട വലിയൊരു സദസ്സായിരുന്നു. മാത്രമല്ല, ആ സദസ്സിൽ വെച്ച് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ വളരെ മുതിർന്ന പശ്ചിമ ബംഗാളിലെ BJPയുടെ സ്ഥാപക നേതാക്കൾ ഒരാളുടെ മഖൻലാൽ സർക്കാർ എന്നാണ്. മഖൻലാൽ സർക്കാർ വളരെ പ്രായമുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെ ശിഷ്യനായിരുന്നു. കാശ്മീരിൽ ശ്യാമപ്രസാദ് മുഖർജി ദേശീയ പതാക ഉയർത്താൻ പോയപ്പം അദ്ദേഹത്തെ അനുഗമിച്ച നേതാവാണ്. അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ മാപ്പ് പറഞ്ഞാൽ വിടാമെന്ന് എന്തോ പറഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് പറയാതെ ദേശഭക്തി ഗാനം പാടി. പിന്നീട് ആ ജഡ്ജി ഭയങ്കരമായിട്ട് ഇത് തോന്നിയിട്ട് വെറുതെ വിടുകയും ജയിലിലോട്ട് അയച്ചില്ല. പകരം ടിക്കറ്റിൻ്റെ പൈസ, അതായത് ബംഗാളിൽ പോകാനുള്ള പൈസയും ചെലവുകൂലിയൊക്കെ കൊടുത്ത് വിട്ടു. അങ്ങനൊരു നേതാവാണ്. പിന്നെ BJP ബംഗാളിൽ രൂപീകരിച്ചപ്പം മുതൽ BJPയുടെ ഭാഗമാണ്. നമ്മൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ആരാണെന്ന്, പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാദനമസ്കാരം നടത്തുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇത് ആരുടെ ഇങ്ങനെ ഒരാളെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് താരമാണ് അദ്ദേഹം. ഒരു പരിധി സുവേന്ദുവിനെ പോലെ തന്നെ ഇന്ന് അദ്ദേഹം താരമാണ്. രാജ്യം മുഴുക്ക ഇത് ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ പോലും ഇതൊക്കെ അറിയുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രസാദ് മുഖർജിയുടെ വലിയ ആളായിരുന്നു. മുഖർജി ദേശീയ പതാക ഉയർത്താൻ പോയ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അനുഗമിച്ച വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസക്തി കൂടുകയാണ്. 98 വയസ്സായി, നല്ല ആരോഗ്യമുണ്ട്. 98 വയസ്സ്. മാത്രമല്ല, നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ സ്റ്റേജിൽ നിരന്ന് നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രിമാരുണ്ട്. BJP മുഖ്യമന്ത്രിമാരുണ്ട്. ഇവരിൽ എത്ര പേരാണ് മുൻ കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ്. അത് സുവേന്ദുവിൽ തുടങ്ങാം. സുവേന്ദു തന്നെ മുൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വന്ന ആളാണ്. മമതാ ബാനർജിയുടെ വിശ്വസ്തനായിരുന്നു. മമതാ ബാനർജിയെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ്. നന്ദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തെ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് CPM വലിയ ബംഗാളിൽ ഇല്ലാതാക്കിയത്. ആ നന്ദിഗ്രാം പ്രതിഷേധത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഈ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. അതിന് നന്ദിഗ്രാമിൽ അത്തരം പ്രശ്നങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് മമതാ ബാനർജിയെ ദീദിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് സുവേന്ദു അധികാരി. അപ്പോൾ സുവേന്ദു അധികാരിക്ക് വലിയ റോളുണ്ട്. കാര്യം നന്ദിഗ്രാമാണ് CPMനെ തീർത്തത്. നന്ദിഗ്രാമാണ്. അവിടെ അവർ നടത്തിയ വ്യവസായവൽക്കരണവും കൃഷിക്കാരുടെ പ്രതിഷേധമൊക്കെ തന്നെയാണ്, കർഷക പ്രതിഷേധമൊക്കെ തന്നെയാണ് CPMനെ തകർത്തത്. അവിടെ നിന്ന് വന്ന ദീദി അല്ലെങ്കിൽ മമതാ ബാനർജി പക്ഷേ ഒരു ഘട്ടത്തിൽ അവരുടെ അടുത്ത തലമുറ, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള തലമുറയ്ക്കായി സുവേന്ദു അധികാരിയെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം TMCയിൽ കലാപക്കൊടി ഉയർത്തുന്നത്. അവിടെ നിന്നാണ് BJPയിൽ വരുന്നത്. BJPയിൽ വരുമ്പോഴും ഈ CPM തകരുമ്പം BJPക്ക് അവിടെ 3 സീറ്റേ ഉള്ളൂ. പിന്നീട് BJP നില അല്പം മെച്ചപ്പെടുത്തി. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ നല്ല നിലയിലെത്തി. പക്ഷേ അപ്പോഴും ദീദിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ വനിതാ നേതാവായിട്ട് ഏവരും പറയുന്ന ദീദി 2026 സ്വന്തം ഭവാനിപ്പൂരിൽ തോറ്റു. 5 കൊല്ലം മുമ്പും നന്ദിഗ്രാമിലാണ് പോയിരുന്നത്. സുവേന്ദു അധികാരിയെ പ്രധാന ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് മമതാ അവിടെ തോറ്റു. ഇത്തവണ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം നന്ദിഗ്രാമിലും മത്സരിച്ചു, പകരം മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായ ഭവാനിപ്പൂരിലും മത്സരിച്ചു. രണ്ടിടത്തും സ്റ്റേജിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ, ആസാം മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു. രാഹുൽ ഗാന്ധിയായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധിയെ കാണാനായി അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ ചെന്നപ്പോൾ ഇദ്ദേഹം വളരെ സീരിയസ് ആയി ചർച്ച നടക്കുന്ന സമയത്തെല്ലാം തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നായകൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് എണീറ്റ് പോയതാണെന്നാണ് അദ്ദേഹം. എന്തായാലും മാത്രമല്ല ഗുലാം നബി ആസാദിന്റെ മാത്രമല്ല അതിൽ ഈ ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ BJPക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത് ആണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് BJPക്ക് ഒന്നുമില്ലായിരുന്നു. അവിടെ BJPയെ ശക്തിപ്പെടുത്തിയ വ്യക്തി അദ്ദേഹം. അത് കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധമായിരുന്നു. ഗുലാം നബി ആസാദിൻ്റെ ആത്മകഥയിലുണ്ട്, ഈ ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടി വിട്ടു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരിക്കലും ഇയാളെ പാർട്ടി വിട്ട് പോകാൻ അനുവദിക്കരുത്, അയാൾ വേണമെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതെന്നാണ്. അയാൾ പോയി അവിടെ ഒരു തീരുമാനമായി. അത് മാത്രമല്ല നോർത്ത് ഈസ്റ്റിലെ നിരവധി നേതാക്കളെ അദ്ദേഹം BJP കൊണ്ടുവന്നു. അരുണാചലില് പ്രേമ ഖണ്ഡു അദ്ദേഹം ഇതേപോലെ കോൺഗ്രസിൽ നിന്ന് BJP വന്നതാണ്.
അത് ഒരു 43 MLA-മാരുമായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത്. വന്നത്. ഇതിന്റെയൊക്കെ പിന്നിലും ഈ ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്. ഒരു ഇതുണ്ട്, ഇടപെടലുണ്ട്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ ഗോഗോങ് അപ്പാങ് അദ്ദേഹം ഇങ്ങനെ ഗോഗോങ് അപ്പാങ്. വന്നതാണ്, മുഖ്യമന്ത്രിയായി. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വരുന്നവരെല്ലാം BJP മുഖ്യമന്ത്രിയാക്കുമെന്നൊരു സന്ദേശമാണ് സുവേന്ദു അധികാരിയിലൂടെ അല്ല, മോദി നൽകുന്നത്. അത് മാത്രമല്ല, ഇവർ പലരും പ്രഗത്ഭരായിരുന്നു എന്ന് നാട്ടുകാരെ മനസ്സിലാക്കുന്ന ഇവർ BJP വന്നപ്പോഴാണ്. അതെ, ഇവർ കോൺഗ്രസ് ആയിരുന്നപ്പോഴും മിടുക്കന്മാരായിരുന്നെങ്കിൽ പോലും സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഒന്നുകിലും മിടുക്കനാണെന്ന് ഭാവിയിൽ നമുക്ക് ഭീഷണിയാകുമെന്ന് കണ്ടുകൊണ്ട് ഒതുക്കിയതാണ് കോൺഗ്രസിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ. അപ്പൊ അരുണാചൽ അതല്ലെങ്കിൽ പ്രദേശ്, അതേപോലെ ഇങ്ങനെ മണിപ്പൂരിൽ ബിരേൻ സിംഗ്, ബീരൻ സിംഗ്. അപ്പം ഇവരെല്ലാം, അതായത് നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് BJP സ്വന്തമാക്കിയത് ഈ കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയാണ്. ഈ നോർത്ത് ഈസ്റ്റിനെ പറ്റി പറയാൻ, നോർത്ത് ഈസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ബംഗാൾ. നോർത്ത് ഈസ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ, ബംഗാളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ നോർത്ത് ഈസ്റ്റിനെ കാണുന്നത്. അപ്പം ബംഗാൾ പിടിക്കാൻ അതേ തന്ത്രം തന്നെ BJP-യും, പ്രത്യേകിച്ച് അമിത്ഷായുടെ തന്ത്രം, ദീർഘകാല തന്ത്രം. തന്ത്രം. അവിടെ ചില BJP നേതാക്കൾക്കും RSS-ലൂടെ വളർന്നു വന്ന നേതാക്കൾക്കെല്ലാം മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹം ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സുവേന്ദു അധികാരിയെ തന്നെ ആക്കിയിട്ട് BJP നൽകുന്ന ഒരു സന്ദേശം വലിയൊരു സന്ദേശമാണ്. ഇന്ത്യയുടെ ഒരു അറ്റത്തായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും ഈ ബംഗാളും അല്ല. അതേപോലെ തന്നെ BJP-ക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു മേഖല എന്ത് പറഞ്ഞാലും സൗത്ത് ഇന്ത്യയാണ്. അതെ, അതാണ് ഈ ചോദിക്കാനുള്ളത്. ഇനി സൗത്ത് ഇന്ത്യയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ദക്ഷിണേന്ത്യയിൽ ഇനി തമിഴ്നാട്ടില് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടും നടക്കുന്നില്ല. ഇത്തവണ ഒരു സീറ്റ് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ. കേരളത്തിൽ 3 സീറ്റ് കിട്ടി, കുറച്ചും കൂടെ നില മെച്ചപ്പെടുത്തി. പിന്നെ കർണാടകയിൽ അവർക്ക് സ്വന്തമായ അധികാരം പിടിക്കാൻ പറ്റും. തെലങ്കാനയിലൊക്കെ അവരെ സഖ്യകക്ഷികളുള്ളതുകൊണ്ട് അങ്ങനെ. എന്നാലും ഇനിയിപ്പം ഈ നോർത്ത് ഈസ്റ്റ് മോഡൽ നടത്താൻ BJP കൂടുതലായിട്ട് ശ്രമിക്കുക കേരളത്തിലാവും. കേരളവും ബംഗാളും ഒരുപോലെ ചിന്തിക്കുന്നു എന്നാണ് ഒരു കാലത്ത് എല്ലാവരും പറയുമായിരുന്നത്. അതെ, അതെന്തായാലും വളരെ കറക്റ്റായി. അപ്പോൾ കേരളവും ബംഗാളും ചിന്തിക്കുക. അപ്പം 3 പേരെ ഇപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയൊരു നല്ലൊരു കോൺഗ്രസ് നേതാവിനെ അടർത്തിയെടുത്താൽ, പലപ്പോഴും നമുക്കറിയാം ശശി തരൂർ BJP-യിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പല നേതാക്കന്മാരുടെ പ്രമുഖരായ പലരുടെയും പേര് പറഞ്ഞു കേട്ടാണ് പലപ്പോഴും. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് BJP വരുമെന്ന് പറഞ്ഞു കേട്ടത് ശശി തരൂരിൻ്റെയാണ്. പക്ഷേ നിലവിൽ നമ്മൾ നോക്കിയാൽ ശശി തരൂരും BJP തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അന്തരം നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് അവർ അടുക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പം BJP-യുടെ നിശിത വിമർശകനാണ് ഈ ശശി തരൂർ. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ചില മുതിർന്ന നേതാക്കൾക്ക് മുഖ്യമന്ത്രി പദം മോഹം ഉണ്ടെങ്കിൽ അവർ പരസ്യമായി പറയുന്നില്ല. കാര്യം വളരെ സീനിയറായ നേതാക്കളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള കെ മുരളീധരനുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രത്യേകം അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പം BJP ഇതേ തന്ത്രം കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. ഒരുപക്ഷെ നാളെ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ബംഗാളും കേരളവും ഒരുപോലെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല CPM-ലും വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടാകും. അതായത് ഒരു വലിയ നേതാവിനെ CPM-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അടർത്തിയെടുക്കാൻ ഇപ്പം തന്നെ ബംഗാളിൽ CPM ഇല്ലായതിനു ശേഷം മുഴുവൻ ബംഗാൾ CPM-ഉം BJP-യിലേക്ക് പോയി. അവർക്ക് പാർട്ടി ഓഫീസുകൾ പോലും കിട്ടി. പക്ഷെ BJP-ക്ക് കേരളത്തിൽ വേണ്ടത് ഈ സുവേന്ദു അധികാരിയെ പോലൊരു നേതാവാണ്. അതെ, അണികളെ അവരെ ആജ്ഞാപിച്ച് കൂടെ നിർത്തുകയും ഒപ്പം വോട്ട് കൂട്ടാനും പറ്റുന്ന ഒരു ശക്തനായ ഒരു നേതാവ്. ആ നേതാവിനെ BJP ഇതേപോലെ കേരളത്തിൽ സുവേന്ദു അധികാരിയെ പോലെ ഒരു നേതാവിനെ, പക്ഷേ സുവേന്ദു അധികാരിക്ക് സമാനമായ ഒരു നേതാവ് കേരളത്തിൽ ഇപ്പം ഇല്ല എന്നുള്ളതാണ്. ഇല്ല, അതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മ പോലെ നേതാവും ഇല്ല. രണ്ടുപേരും അല്ല, അത് ഹിമന്ത ബിശ്വ ശർമ്മ ഒരു നയതന്ത്രജ്ഞനാണെങ്കിൽ മറ്റേ പുള്ളി കുറച്ചും കൂടെ അഗ്രസീവാണ്. അപ്പം ഇനി ഇത് രണ്ടും കൂടെ ചേർന്നൊരു നേതാവിനെ കണ്ടെത്താൻ ശ്രമിക്കുമോ? എന്തായാലും അമിത്ഷായും ടീമും കേരളത്തിൽ വരും, കണ്ടുപിടിക്കാൻ ശ്രമം നടത്തും. ഇപ്പം സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രി ആക്കിയതിലൂടെ പഞ്ചാബിലടക്കം BJP നൽകുന്നത് വേറൊരു സന്ദേശമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്കാർ വന്നാലും നിങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു സന്ദേശം. നമ്മളെ കൂടെ വന്നാൽ കേരളത്തിൽ മാത്രമല്ല അങ്ങേറ്റത്തെ ഏത് സംസ്ഥാനത്തും അവർ ഇത്തരം പരീക്ഷണങ്ങൾക്ക് തയ്യാറാണെന്നൊരു സന്ദേശമാണ് സുവേന്ദു. അത് ഒരു പ്രശ്നമില്ലാതെയാണ് സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയാക്കിയത്. സാധാരണ ഒരു പാർട്ടിയിലാണെങ്കിൽ 5 വർഷം മുഖ്യമന്ത്രിയാക്കൂല സാധാരണ. അവിടെ ചർച്ചയും ബഹളവും അട്ടഹാസവും ഒക്കെ നടക്കും. ഇവിടെ ഒന്നുമില്ല.